കളത്തിൽ എന്ന കുടുംബപ്പേരുള്ള മുഴുവൻ കുടുംബങ്ങളെയും ജാതിമത വർണ്ണ വർഗ ദേശഭാഷ വേർതിരിവുകൾക്കതീതമായി ഒരു മാലയിലെ മുത്തുമണികൾ പോലെ കോർത്തിണക്കി 2016 രൂപം കൊണ്ട കളത്തിൽ വേൾഡ് എന്ന കുടുംബ കൂട്ടായ്മ സഹജീവികൾക്കും രാജ്യത്തിനും ഭാവി തലമുറയ്ക്കും വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വ്യത്യസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിനായി കളത്തിൽ വേൾഡ് ട്രസ്റ്റ് രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 2017 ഡിസംബർ 30 ഗുരുവായൂർ ടൌൺ ഹാളിൽ ചേർന്ന കളത്തിൽ കുടുംബസംഗമത്തിൽ വെച്ചാണ് ലോകമാകെയുള്ള ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യ സൌഹാർദ്ദം കാത്തുസൂക്ഷിച്ച് വരും തലമുറയ്ക്കായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കളത്തിൽ വേൾഡ് എന്ന ഒരാശയത്തിന് രൂപം നൽകിയത്. 2017 മുതൽ നിരന്തരം സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സംഗമിച്ചിരുന്ന കളത്തിൽ കുടുംബങ്ങളുടെ അടുത്ത മഹാസംഗമം 2025 ഡിസംബർ 27 പെരിന്തൽമണ്ണ ടൌൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. സംഗമത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ തിളങ്ങിയ കളത്തിൽ കുടുംബാംഗങ്ങൾക്ക് പുറമെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. കളത്തിൽ ട്രസ്റ്റിനു കീഴിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, സൌജന്യ കാരുണ്യാശ്രമങ്ങൾ, വിവിധ ജീവകാരുണ്യ പദ്ധതികൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, കലാകായിക രംഗത്തെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂരിലെ 2017 കളത്തിൽ വേൾഡ് സംഗമത്തിന്റെ ഭാഗമായി തീരുമാനിക്കപ്പെട്ട ഒരു ട്രസ്റ്റ് രൂപീകരണത്തിന്റെ രജിസ്ട്രേഷനാണ് ഇന്ന് മണ്ണാർക്കാട് രജിസ്റ്റർ ഓഫീസിൽ പൂർത്തിയായിട്ടുള്ളത്. ലോകത്താകമാനമുള്ള മുഴുവൻ കളത്തിൽ കുടുംബങ്ങളെയും ഒരുമിച്ച് ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി കളത്തിൽ വേൾഡ് എന്നൊരു സങ്കല്പത്തിന് രൂപം നൽകിയത് ചാവക്കാട്ടിലെ കളത്തിൽ കുടുംബാംഗമായ രഞ്ജിത്താണ്. തന്റെ സൗഹൃദ വലയും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഉപയോഗിച്ച് കളത്തിൽക്കാരെ മുഴുവൻ തെരഞ്ഞെടുത്ത് ഒരു കുടക്കീഴിൽ എന്ന പോലെ ഒരു ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി അവരെ ഒരുമിപ്പിച്ച് 500ഓളം പേര് ഗുരുവായൂരിൽ ടൗൺ ഹാളിൽ വെച്ച് 2017 ഡിസംബർ 30 ഒരു സംഗമം നടത്തിയാണ് മതേതര കുടുംബ സംഗമത്തെ എന്നൊരു മാതൃക മറ്റ് കുടുംബ സംഗമം വ്യത്യസ്തമായി ഈ കളത്തിൽ കുടുംബം രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. തുടർന്ന് പ്രളയവും കോവിഡും ഒക്കെ അതിജീവിച്ച് ഈ കുടുംബത്തിൽപ്പെട്ടവരെയും നാട്ടുകാരെയും മുഴുവൻ സഹായിക്കാനുള്ള ഒരു വേദി, അതിനൊരു നിയമപരമായ ഒരു ലേബലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ട്രസ്റ്റ് രൂപീകരണവും ആ ട്രസ്റ്റിന്റെ ഭാഗമായി അതിന്റെ രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ കളത്തിൽക്കാരും സ്വന്തമായി ആധാരെഴുത്തും ഓഫീസും ഒക്കെയുള്ള മണ്ണാർക്കാട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഈ വരുന്ന ഡിസംബർ 27 കളത്തിൽ കുടുംബത്തിന്റെ രണ്ടാമത് മഹാസംഗമം പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ ഭാഗമായി അനവധി പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ പരിപാടിയുടെ ഒരു തുടക്കമെന്ന നിലക്കാണ് മണ്ണാർക്കാട് രജിസ്റ്റർ ഓഫീസിൽ ഇന്ന് ഈ ട്രസ്റ്റിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ ട്രസ്റ്റിന്റെ കീഴിൽ അനവധി ഉദ്യമങ്ങൾക്ക് കളത്തിൽ വേൾഡ് രൂപം നൽകുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും രാജ്യത്തിന് സംഭാവന നൽകിയ ഒരു വലിയ കുടുംബം എന്ന നിലക്ക് ഈ കുടുംബത്തിന്റെ മുഴുവൻ പാരമ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ കളത്തിൽ വേൾഡിന്റെ ഈ ട്രസ്റ്റിന്റെ കീഴിൽ ഇനി പരിപാടികൾ ആസൂത്രിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കളത്തിൽ വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരും തലമുറയ്ക്കായിട്ട് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമ്മൾ സാഹോദര്യം എങ്ങനെ നിലനിർത്തിയിരുന്നു, ബന്ധങ്ങൾ എങ്ങനെ സൂക്ഷിച്ചിരുന്നു, അത് അവർക്ക് പകർന്നു കൊടുക്കുക. ഇനിയുള്ള തലമുറയ്ക്ക് സ്നേഹം എന്ന ബന്ധം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം കൂടെ നിന്നാലുള്ള ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ ഞങ്ങളെ കളത്തിക്കാർക്ക് എവിടെ പോയാലും ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്ന് ലോകത്തിൽ എവിടെ പോയാലും കളത്തിക്കാരുണ്ട്. ഒരു ഫോൺ കോൾ മതി നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. അത്രയും ഒരു കൂട്ടായ്മയുടെ ഒരു സുഖം, അതിന്റെ ലഹരി അതാണ് ഉദ്ദേശം. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റാണെന്ന് രൂപീകരിച്ചുള്ളത്. ട്രസ്റ്റ് ചെയർമാൻ രഞ്ജിത്ത് കളത്തിൽ, വൈസ് ചെയർമാൻമാരായ ബാബുരാജ് കളത്തിൽ, കളത്തിൽ ഹുസൈൻ മണ്ണാർക്കാട്, മജീദ് കളത്തിൽ, ജനറൽ കൺവീനർ അൻവർ കളത്തിൽ, ജോയിന്റ് കൺവീനർമാരായ കരീം മാഷ് കളത്തിൽ, ഷാഫി കളത്തിൽ കരുവാരക്കുണ്ട്, കളത്തിൽ ഷബീബ് വല്ലപ്പുഴ, ട്രഷറർ കളത്തിൽ അലി പട്ടാമ്പി, കളത്തിൽ ബാദുഷ അലനല്ലൂർ എന്നിവർ പങ്കെടുത്തു.